നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 25 വർഷമായി അമ്മയുടെ അമരത്ത് ഇടവേള ബാബു ഉണ്ടായിരുന്നു. ഇന്നസെന്റും മോഹൻലാലും പ്രസിഡന്റുമാരായി വന്നപ്പോഴും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബു തന്നെയായിരുന്നു. പേരിൽ മാത്രം ഇടവേള നിലനിർത്തി അമ്മയ്ക്ക് വേണ്ടി ഇടവേളയില്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇടവേള ബാബു പിന്മാറിയിരിക്കുകയാണ്. പകരം ആ സ്ഥാനത്തേക്ക് കടന്നു വന്നത് നടൻ സിദ്ദിഖാണ്. തന്റെ കാലയളവിൽ അമ്മയെ നയിക്കാൻ തനിക്ക് ധാരാളം വെല്ലുവിളികളും വേദനകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇടവേള ബാബു പറയുന്നത്. താൻ ചെയ്ത കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരിച്ചറിയണം എന്ന ഉദ്ദേശത്തോടെയാണ് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പിൻവാങ്ങാൻ തീരുമാനിച്ചതെന്ന് ഇടവേള ബാബു പറയുകയാണ്. കാൽനൂറ്റാണ്ട് ചെറിയൊരു കാലയളവല്ല, 25 വർഷം മുൻപുള്ള വയസ്സല്ല എന്റേത്. സ്വാഭാവികമായും എന്റെ ചിന്തകൾക്കും മാറ്റമുണ്ട്. മാറ്റം അനിവാര്യമാണ്. പുതിയ തലമുറ വരണം. ഞാൻ മാറിയില്ലെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ തന്നെ ഓടും. എല്ലാം ബാബു ചെയ്തോളും എന്ന തോന്നൽ അപകടകരമാണ്. ആ ചിന്ത വന്നാൽ അമ്മ മുന്നോട്ട് പോവില്ലെന്നും ബാബു വ്യക്തമാക്കി. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരിച്ചറിയണം എന്നുണ്ട്. ഈ സ്ഥാനത്ത് നിന്നും ഞാൻ മാറി നിന്നാലേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അനുഭവിക്കാനാവൂ. അടുത്ത മീറ്റിംഗ് മുതൽ എന്റെ സ്ഥാനം വേദിയിലല്ല, സദസ്സിലെ ഒരറ്റത്താവുമെന്ന് അറിയാം. അതിനുവേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. താരനിശകളുടെ സംവിധാനം മുതൽ ഓഫീസ് ബോയുടെ ജോലി വരെ ചെയ്യുന്നുണ്ട്. ജോലി ഭാരം തിരിച്ചറിഞ്ഞിട്ടാവാം ഒരിക്കൽ ലാലേട്ടൻ പറഞ്ഞു, ബാബു തുടരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത്രമാത്രം സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. പക്ഷേ അത് പലരും കാണാതെ പോകുന്നു. പുതുതലമുറയിലെ ചിലരുടെ പെരുമാറ്റങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രധാന നടന്റെ മകൻ, അദ്ദേഹവും നടനാണ്. അച്ഛൻ അമ്മയിൽ നിന്നും ഇൻഷുറൻസ് സഹായവും കൈനീട്ടവും ഒക്കെ വാങ്ങിയ ആളാണ്. എന്നിട്ടും മകൻ നടൻ ഒരു സെറ്റിലിരുന്ന് പറഞ്ഞു, എന്തിനാണ് നമ്മൾ അമ്മയിൽ ചേരുന്നത്? കുറെ കാരണവന്മാരെ നോക്കാനാണോ? ഒരുപാട് വിവാദങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തിലകൻ ചേട്ടനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയ സംഭവം, അതുപോലെ ഷമ്മി തിലകനുമായുള്ള പ്രശ്നങ്ങൾ, അതുപോലെ WCC സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ, അതുപോലെ ദിലീപ്, അങ്ങനെ കുറേ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സംഭവങ്ങൾ. എടുത്ത തീരുമാനങ്ങളെല്ലാം സംഘടനയുടെ നിയമപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുപറ്റി എന്ന തോന്നലുമില്ല. പല അനാവശ്യ വിവാദങ്ങളെയും മറികടന്നു ഇനിയും അത്തരം പ്രശ്നങ്ങൾ കൂടാനാണ് സാധ്യത. അമ്മ സംഘടന രൂപീകരിച്ച സമയത്ത് അംഗങ്ങൾക്ക് രാഷ്ട്രീയ ചായ്വേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പലരും സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതുമൂലമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനയിലേക്ക് കടന്നുവരാം. ഏറ്റവും ഒടുവിൽ ലോക്സഭാ ഇലക്ഷന്റെ പ്രചാരണത്തിനിടയിൽ സുരേഷ് ഗോപിക്കെതിരെ ഗണേഷ് കുമാറിന്റെ പ്രസ്താവന തന്നെ ഉദാഹരണമാണ്. അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. എല്ലാവരും അമ്മയുടെ മക്കളല്ലേ? സോഷ്യൽ മീഡിയ വന്നതോടെ സംഘടനയിൽ ഒതുങ്ങി നിന്നിരുന്ന തുറന്നു പറച്ചിലുകൾ പൊതുജന മധ്യത്തിലേക്കെത്തി. അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ സംഘടനയുടെ കെട്ടുറപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ശരിയാണോ എന്നാലോചിക്കണം. സത്യം എന്താണെന്ന് പോലും അറിയാതെയുള്ള ആക്രമണങ്ങളാണ് പലതെന്നും ബാബു പറയുന്നു. കാൽനൂറ്റാണ്ട് ചെറിയൊരു കാലയളവല്ല, 25 വർഷം മുമ്പുള്ള വയസ്സല്ല എന്റേത്. സ്വാഭാവികമായും ചിന്തകൾക്കും മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം അനിവാര്യമാണ്. പുതിയ തലമുറ വരണം. ഞാൻ മാറിയില്ലെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ തന്നെ ഓടും. എല്ലാം ബാബു ചെയ്തോളും എന്ന തോന്നൽ അപകടകരമാണ്. ആ ചിന്ത വന്നാൽ അമ്മ മുന്നോട്ട് പോവില്ല എന്നാണ് തന്റെ മാറ്റത്തെക്കുറിച്ച് ഇടവേള ബാബു പറഞ്ഞത്. കഴിഞ്ഞ വാർഷിക യോഗത്തിൽ മമ്മൂക്ക വികാരഭരിതനായി സംസാരിച്ചു. ബാബുവിനെ വിട്ടിട്ടൊരു അമ്മയില്ല, കാരണം ബാബുവാണ് ഇതിന്റെ ഡ്രൈവർ ഇല്ലാതെ യാത്രക്കാരും കണ്ടക്ടറും ചെക്കറും ബസ്സിൽ കയറി ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇടവേള ബാബു പറയുകയാണ്. അടുത്ത മീറ്റിംഗ് മുതൽ എന്റെ സ്ഥാനം വേദിയിലല്ല, സദസ്സിലെ ഒരു അറ്റത്താവുമെന്ന് അറിയാം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞുവെന്നും പറയുകയാണ് ഇടവേള ബാബു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.